ഹലോ മിസ്റ്റർ രാജു, ഞാൻ XYZ ബാങ്കിൽ നിന്നാണ്. താങ്കളുടെ പുതിയ ക്രെഡിറ്റ് കാർഡിന് കൺഗ്രാറ്റുലേഷൻസ്. യെസ്, താങ്ക് യു. എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാങ്കിന്റെ പോളിസി പ്രകാരം താങ്കളുടെ പുതിയ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനാണ് വിളിക്കുന്നത്. ഓക്കെ. താങ്കൾ കാർഡ് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യണം. തുടർന്ന് ഒരു ആക്ടിവേഷൻ കോഡ് ലഭിക്കും. കോഡ് എൻ്റർ ചെയ്താൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ശരി, കാർഡ് ആക്ടിവേറ്റ് ചെയ്തോളൂ. താങ്കളുടെ പേര് രാജു ദേശ്പാണ്ഡെ. അഡ്രസ് ലോവർ പരേൽ, മുംബൈ. ശരിയാണ്. താങ്കളുടെ കാർഡ് നമ്പർ തുടങ്ങുന്നത് 45-ൽ നിന്നാണ്. നമ്പർ കൺഫേം ചെയ്യാമോ? ഷുവർ. 84500. കൺഫർമേഷന് നന്ദി. എക്സ്പയറി ഡേറ്റും പിറകിലുള്ള കാർഡ് വെരിഫിക്കേഷൻ വാല്യൂവും CVVയും കൺഫേം ചെയ്യാമോ? യെസ്, എക്സ്പയറി ഡേറ്റ് 01/25, പിന്നെ 111 ആണ് CVV നമ്പർ. കൺഫർമേഷന് നന്ദി സർ. ഫൈനൽ ആക്ടിവേഷനായി താങ്കൾക്കൊരു SMS കിട്ടിയിരിക്കും. താങ്കളുടെ ഫോണിൽ ലഭിച്ച കോഡ് കൺഫേം ചെയ്യാമോ? അത് 1 2 3 4 5 6. കൺഫർമേഷന് നന്ദി. താങ്കളുടെ കാർഡ് ആക്ടിവേറ്റഡ് ആയി. ഇനി 1 മണിക്കൂറിനകം ഇതിന്റെ ഒരു SMS ലഭിക്കും. ഹാവ് എ നൈസ് ഡേ. ഓ, ഞാൻ ചതിക്കപ്പെട്ടു. കാർഡ് ഡീറ്റെയിൽസ് ഷെയറിംഗിന് മുമ്പ് ശ്രദ്ധിക്കണമായിരുന്നു. അറിഞ്ഞിരിക്കണം, ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ ഫ്രോഡുകളെ സൂക്ഷിക്കുക. ചെയ്യേണ്ടവ: കൂടുതൽ പണനഷ്ടം ഒഴിവാക്കാൻ ബാങ്കിനെ വിളിച്ച് കാർഡ്, ബാങ്ക് അക്കൗണ്ട്, UPI സർവീസസ് ഇവ ബ്ലോക്ക് ചെയ്യൂ. ഒരു ഇമെയിൽ വഴിയോ ലെറ്റർ അയച്ചോ നിങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ ചെന്നോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുക. ഈ സംഭവം അടുത്തുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും cybercrime.gov.in നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും അറിയിക്കൂ. ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാം. ചെയ്യരുതാത്തവ: ഒരിക്കലും കാർഡ് ഡീറ്റെയിൽസ്, OTP ഇവ ഷെയർ ചെയ്യരുത്. ബാങ്ക് ഒരിക്കലും OTP ചോദിക്കാറില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷനായി അജ്ഞാത കോളർമാരെ വിശ്വസിക്കരുത്.